സവർക്കറെ ചൊല്ലിയുള്ള വിവാദങ്ങൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിനു പിന്നിലെ ചില പഴയ ചരിത്ര വസ്തുതകൾ നിങ്ങൾക്കറിയാമായിരിക്കും. ഇന്ദിരാഗാന്ധി സവർക്കറെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദ ഗ്രേറ്റ് റെവല്യൂഷണറി എന്ന പേരിൽ ഒരു ഡോക്യുമെന്റ് നിർമ്മിക്കാനും തന്റെ വ്യക്തിപരമായ തുക ഉപയോഗിച്ച് ജന്മവാർഷിക ആഘോഷങ്ങൾക്ക് സൗകര്യമൊരുക്കാനും ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്തു. ഇവയെല്ലാം ഏവർക്കും സുപരിചിതമായ കാര്യങ്ങളാണ്. കൂടാതെ 1957 ആദ്യ ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിച്ച വേളയിൽ സവർക്കറെ ആദരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് AK ഗോപാലനായിരുന്ന വസ്തുതയും ഏവർക്കും അറിയാവുന്നതാണ്. സംശയമുള്ളവർക്ക് പാർലമെന്റ് സഭാരേഖകൾ പരിശോധിക്കാം. സവർക്കറെ വീരപുരുഷനായി ചിത്രീകരിക്കുകയും വിപ്ലവകാരികളെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മഹാനാണെന്ന് സ്വന്തം പുസ്തകത്തിലൂടെ പ്രകീർത്തിക്കുകയും ചെയ്തത് സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടാണ്. അതും നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ പുസ്തകങ്ങൾ പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു പ്രമുഖ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ജീവിതകാലം മുഴുവൻ നിരീശ്വരവാദിയായിരുന്ന സവർക്കർക്ക് ലണ്ടൻ വാസത്തിനിടെ ലഭിച്ച മിത്രം മറ്റാരുമല്ല, ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പരമോന്നതനായ നേതാവ് സാക്ഷാൽ വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു. അത് ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. കേവലം സുഹൃത്ത് ബന്ധത്തിനപ്പുറം സവർക്കറുടെ മോചനത്തിനായി ബ്രിട്ടീഷ് സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ലെനിൻ. കോപ്പൻഹേഗനിൽ നടന്ന അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൽ വെച്ച് സവർക്കറെ ഉടൻ മോചിപ്പിക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ സവർക്കറെ ചൊല്ലി വീണ്ടും വിവാദങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അക്കാലത്ത് ഇന്ത്യയിൽ ആരൊക്കെയാണ് ഇന്നത്തെ ജാമ്യാപേക്ഷയ്ക്ക് തുല്യമായി ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പു ഹർജികൾ നൽകിയതെന്നും തടവ് ശിക്ഷ അനുഭവിച്ച് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സവർക്കർ അപേക്ഷ നൽകിയതെന്നും അതിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു രാജ്യദ്രോഹിയോ ചതിയനോ അതോ ചരിത്രത്താൽ ചതിക്കപ്പെട്ട വ്യക്തിയോ എന്ന വിഷയം നിങ്ങൾ സമഗ്രമായി ഗവേഷണം ചെയ്ത് മനസ്സിലാക്കുക. അല്ലാതെ കേവലം മീമുകളെ മാത്രം അടിസ്ഥാനമാക്കി അധിക്ഷേപിക്കേണ്ട വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത്.